വർഷമായി രണ്ട് പെൺകുട്ടികൾ അടുത്ത സുഹൃത്തുക്കളാണ്, സഹപാഠികളും. സ്നേഹവും സന്തോഷവും മാത്രമല്ല, ഭാഷയും സംസ്കാരവും എല്ലാം അവർ പരസ്പരം പങ്കിട്ടെടുത്തു. എന്താണെന്നല്ലേ, ബംഗളൂരുവിൽ താമസിക്കുന്ന റഷ്യയിൽ നിന്നുള്ള പെൺകുട്ടിയുടെ കന്നഡ കവിത നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം ആ വിശേഷങ്ങളിലേക്ക് പോകാം. ಗೆಳೆಯರು ಹಾಡಲು ಯಾರೂ ಇಲ್ಲ, ಕಡಿಮೆಂದು ಮೇಲೆಯನೆಲ್ಲ. ಬಾಬಾ ನನಗೂ ಹಾಡಲು ಕಲಿಸು, ಬಾಬಾ ನನಗೂ ಹಾಡಲು ಕಲಿಸು. ಅವ್ವನು ನೀರಿಗೆ ಹೋಗಿಹನು, ಅಪ್ಪನು ಪೇಟೆಗೆ ಹೋಗಿಹನು. ಅವ್ವನು ಬರಲಿ ಅಪ್ಪನು ಬರಲಿ, ತಿನ್ನಲು ಹಣ್ಣನು ಕಳಿಸುವೆನು. ನನಗೂ ಎರಡು ರೆಕ್ಕೆಯ ಹಚ್ಚು, ಹಿಂಗಡೆ ಬಣ್ಣದ ಹುಚ್ಚವ ಚುಚ್ಚು. ನೆತ್ತಿಯ ಮೇಲೆ ಹಚ್ಚವ ಹಚ್ಚು, ಮೆಲ್ಲನೆ ಮೇಲೆ ಹಾರುವ ಹಚ್ಚು. ಅಲ್ಲಿಂದಿತ್ತ ഇല്ലിന്തത്ത. KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, നല്ല ക്യൂട്ടായ വളരെ നിഷ്കളങ്കരായ രണ്ട് മക്കൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയും സംസ്കാരവും ഭാഷയും എല്ലാം കൈമാറിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ കഥയൊന്ന് കേൾക്കട്ടെ. ഇപ്പം എന്ത് രസമല്ലേ, നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോവും. ഏതായാലും ഈ കുട്ടികളുടെ പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികളിങ്ങനെ പാട്ട് പാടുമ്പോൾ തന്നെ കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ ഈ മലയാളത്തിൽ ഉള്ള ചെറിയ കവിതാശകലങ്ങളൊക്കെ കൊച്ചു കുട്ടികളെയൊക്കെ പാടുന്നു, അതേ താളത്തിൽ തന്നെ നമുക്ക് ഈ കന്നഡ കവിതയും ആസ്വദിക്കാനാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു പക്ഷിയെക്കുറിച്ചുള്ള പാട്ടാണ്. അത് പാടുന്നത് റഷ്യൻ പൗരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അതാണ് ഈ വാർത്തയുടെ കൂടുതൽ കൗതുകം ആക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഈ കുട്ടി ബംഗളൂരുവിലുണ്ട്. അത് ആ കുട്ടിയുടെ അടുത്ത സുഹൃത്താണ് ഈ കന്നഡ അല്ലെങ്കിൽ കന്നഡികയായിട്ടുള്ള മറ്റേ പെൺകുട്ടി. ഇരുവരും ഒരേ ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നതെന്നാണ് ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഏതായാലും ഈ കന്നഡ ഭാഷയെ അത്രയും പെട്ടെന്ന് ആ കുട്ടി പഠിച്ചെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇത് ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വലിയ വൈറലാകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കൗതുകം എന്നതിനപ്പുറം ഒരു ഭാഷാപരമായിട്ടുള്ള അതിർവരമ്പുകളെല്ലാം തന്നെ ഭേദിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നേരത്തെ ഹിമ പറഞ്ഞ പോലെ തന്നെ രണ്ട് സംസ്കാരങ്ങളുടെ സങ്കലനമൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ വളരെയധികം തരംഗമായി മാറുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കർണാടക എന്നുള്ളത്, ഈ കർണാടകയായാലും തമിഴ്നാടാണെങ്കിലും ഈ ഭാഷാ പ്രശ്നം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ ഇപ്പോൾ ഉത്തരേന്ത്യക്കാർക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു വിദേശത്തുള്ള ഒരു കുട്ടിക്ക് ഈ കന്നഡ എളുപ്പം പഠിച്ചെടുക്കാമെങ്കിൽ മറ്റുള്ള നാട്ടുകാർക്ക് ഇത് പഠിച്ചാൽ എന്താ, ഭാരതീയരായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് ഇത് പഠിച്ചാൽ എന്താ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ കൊച്ചു കുട്ടികളാണ്, അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഭാഷയൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഏതായാലും ഈ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ അതിനൊരു വല്ലാത്തൊരു കൗതുകമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട് ആ വീഡിയോ കാണുമ്പോൾ. അത്രയും അതേ താളത്തിൽ ഒരേ താളത്തിൽ രണ്ട് സംസ്കാരത്തിൽ നിന്ന് രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന തീർച്ചയായും ഒരേ താളത്തിൽ അങ്ങനെ രസത്തിൽ പാടുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ കന്നഡയൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് തന്നെ ഇത് കേട്ടിട്ട് നല്ല ഇഷ്ടമായി. കാരണം നല്ല ഈണത്തിൽ രസത്തോടെ പാടുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ. എന്തായാലും അവരുടെ സൗഹൃദം ഇനിയും ഒരുപാട് വളരട്ടെ. ശരി ശ്രീധരൻ.